നമസ്കാരം. ഞാൻ ഡയറക്ടർ ജീവൻ. ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെ വരാറില്ല കുറച്ച് കാലമായിട്ട്. ഇപ്പം ഞാൻ വന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീണ്ടും ഈ വർഷത്തെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു പാവപ്പെട്ടൊരു കുട്ടിയുണ്ട്, രേണുസുതി. ഈ രേണുസുതിയെ സേഫ്റ്റി ടാങ്ക് വിളിച്ചു എന്നുള്ളത് ഒന്നുമല്ല, അവരുടെ മനസ്സിൽ തോന്നിയാൽ വിളിച്ചായിരിക്കും. പക്ഷേ സ്വന്തം അമ്മയും സ്വന്തം ചേച്ചിയുടെയും അല്ലെങ്കിൽ സ്വന്തം മകളുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരാളും വിളിക്കില്ല. സേഫ്റ്റി ടാങ്ക് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സൗന്ദര്യമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു. അൻഷാദ് പാലയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് റിലീസ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ആ കുട്ടിയെക്കുറിച്ച് അവൻ വളരെ പോസിറ്റീവായി പറയുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം അതിൻ്റെ ആങ്കർ ചോദിച്ചത് നെഗറ്റീവ് വശങ്ങളാണ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമൊന്നും വേണ്ട. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടാണ് അൻഷാദ് പാല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അൻഷാദ് പാലയുടെ ഒരു ആൽബത്തിൽ എന്തോ ചെയ്തതുകൊണ്ട് ആ കുട്ടി ഇവരായിട്ട് ചെയ്ത ഷർട്ടിടാണ്ട് അഭിനയിച്ചു. അതിൽ ആ കൊച്ചിനെ എടുത്ത് പൊക്കിയപ്പോൾ തേങ്ങാപ്പഴം കടിച്ചു പിടിച്ച കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് വന്നൊക്കെ കണ്ടിരുന്നു. പക്ഷേ ദാറ്റ്സ് ഓൾ. ഇതൊന്നുമല്ല. ആ കുട്ടിയുടെ സൗന്ദര്യം നോക്കിയിട്ടാണോ ഒരാളുടെ സൗന്ദര്യമാണോ വിലയിരുത്തുന്നത്? അവർക്ക് ജീവിക്കണ്ടേ? സുധി എന്ന് പറയുന്നത് അതുല്യ കലാകാരനാണ്. അത് ഒട്ടനവധി ഫ്ലവേഴ്സിലൂടെയും മറ്റുള്ള ചാനലിലൂടെയും എല്ലാ പ്രോഗ്രാമിലൂടെയൊക്കെ വന്നിട്ടുള്ള അതുല്യ കലാകാരൻ കോഴിക്കോട് നിന്നുള്ള യാത്രയിൽ കാരണമായിട്ട് മരണപ്പെട്ടു. അവർക്ക് ജീവിക്കണ്ടേ? അവരെന്തിനാണ് റിവ്യൂ എഴുതുന്നത്? നിനക്ക് റിവ്യൂ എഴുതിയിട്ട് എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അതും മെസ്സേജിലൂടെ വെറുതെ ഇരിക്കുന്നതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? നമുക്കുണ്ടൊരു അമ്മയും നമുക്കുണ്ടൊരു എന്താ പറയുക പെങ്ങന്മാരും. ലേഡിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു മകളും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തൊക്കെ ഇതാണോ പറയുക? അവരെക്കുറിച്ച് നമ്മളിങ്ങനെ എഴുതുന്നു. അവർ ബിഗ് ബോസിൽ കയറി, അവർ വരട്ടെ, അവർ വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ കഴിവിനനുസരിച്ച് വന്നാൽ മതി. അവരെ ജീവിക്കാൻ അനുവദിക്കൂ പ്ലീസ്. ഞാൻ അതാ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അൻഷാദ് പാലയുടെ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ആ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ രേണു നല്ലൊരു ക്യാരക്ടർ, നിങ്ങളെ കണ്ണു നിറയ്ക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യും. അന്ന് നിങ്ങൾ അവരുടെ മുമ്പിൽ ചെല്ലും. ഒരു ബിഗ് സെലിബ്രിറ്റി ആയിട്ട് അവളെ നിങ്ങൾ കാണും. ഓക്കെ, താങ്ക് യു.